ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഭീരുത്വത്തിൻ്റെ ആത്മാവ്, അതിനൊരു ശബ്ദമുണ്ട്. ആ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസത്തെ എടുത്തു കളയും, സമാധാനത്തെ എടുത്തു കളയും, ധൈര്യത്തെ എടുത്തു കളയും, സന്തോഷത്തെ എടുത്തു കളയും. ഭീരുത്വത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്ന ആലോചനകളും ആ ശബ്ദങ്ങളും ഒരിക്കലും കേൾക്കാൻ ചെവി കൊടുക്കരുത്. നിൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോവും, നിൻ്റെ മുമ്പോട്ടുള്ള വിഷയത്തെ ദൈവം വഴി തുറക്കത്തില്ല, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ ചിന്തകൾ കൊണ്ടിട്ട് നമ്മുടെ ധൈര്യം ചോർത്തി കളയുന്ന ആ ശബ്ദങ്ങളില്ലേ, അതിനെ അങ്ങ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അത്തരത്തിലുള്ള ശബ്ദം മനസ്സിനകത്ത് കയറി വരുമ്പോൾ ചെയ്യേണ്ടത് ദൈവവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം. കാരണം ദൈവവചനത്തിനകത്ത് ദൈവത്തിൻ്റെ ശബ്ദം മറിഞ്ഞു കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ശബ്ദത്തെ നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ നമുക്ക് വേണ്ടത് ഭീരുത്വത്തിൻ്റെ ആത്മാവിൻ്റെ ആ ശബ്ദത്തിൻ്റെ കേൾവിയല്ല, നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിൻ്റെ കേൾവിയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ആ ചെവിയിലോട്ട് കൈവച്ചിട്ട് പ്രാർത്ഥിച്ച കർത്താവ്, ഇന്നു മുതൽ അങ്ങയുടെ ശബ്ദം കേൾക്കാനായിട്ട്, അങ്ങയുടെ ആലോചന കേൾക്കാനായിട്ട് എൻ്റെ ആത്മാവിനെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തെയും ഞാൻ ഒരുക്കുന്നു. അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം. ദൈവശബ്ദം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും, നിങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കും, ദൈവത്തിലുള്ള ആ ഉറപ്പ് നിങ്ങളുടെ ഉള്ളത്തിൽ കടന്നു വരും. ഈ സന്ദേശം നിങ്ങളുടെ ഉള്ളത്തിൽ അത്തരത്തിൽ ദൈവശബ്ദത്തിൻ്റെ വെളിപ്പാടുകൾക്ക്, ദൈവശബ്ദത്തിൻ്റെ ഇടപെടലുകൾക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.